സ്നേഹാഭിവാദ്യങ്ങൾ. ഞാൻ സ്മിത ബാബു. തളിപ്പറമ്പിലെ കലാ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ ക്രിയാത്മക സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായ ഡോക്ടർ പി കെ രഞ്ജീവിൻ്റെ ഈയിടെ പ്രകാശിതമായ ആദ്യ കഥാസമാഹാരം ഉദ്ദണ്ഡ രാജ്യത്തെ കഴുതകൾ എന്ന പുസ്തകത്തെക്കുറിച്ച് അല്പനേരം നിങ്ങളോട് സംസാരിക്കാൻ ഒരവസരം തന്നതിൽ സംഘാടകർക്ക് ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. അവരുടെ ജീവിതങ്ങളോടുള്ള സ്നേഹവും സഹാനുഭൂതിയുമാണ് കഥകൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒരാളുടെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും മനോഹരമായ വികാരം. തൻ്റേതെന്ന പോലെ മറ്റൊരാളുടെ ജീവിതാവസ്ഥകളെ കാണാനും അറിയാനും പറ്റുന്നിടത്ത് കഥകൾ ജീവിതമായിട്ട് മാറുകയാണ്. അതാണ് ആ എഴുത്തിൻ്റെ വിജയവും. ജീവിതാവസ്ഥകളുടെ ഭിന്ന മുഖങ്ങളാണ് ഓരോ കഥയുടെയും ജൈവികത എന്ന് പറയാറുണ്ട്. ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി മനസ്സിൽ പേറുന്ന ജീവനും ജീവിതങ്ങളും എത്രയാണ്. അങ്ങനെ മുളക്കുന്ന ജീവനുകളിൽ ചിലത് അയാളുടെ സത്യയൂറ്റി വളർന്ന് തങ്ങളുടെ അസ്തിത്വം ഉറപ്പിച്ച് കഥകളായി ജീവിക്കുന്നു. ജീവിതത്തിൻ്റെ ഏതിടവഴികളിൽ നിന്നും ചിലപ്പോൾ പൊടുന്നനെ ചില കഥാപാത്രങ്ങൾ കൂടെ കൂടാം. കാത്തിരിപ്പിൻ്റെ നരച്ച നേരങ്ങളിലാവാം ചിലർ കടന്നു വരുന്നത്. വളരെ പെട്ടെന്നോ അല്ലെങ്കിൽ വർഷങ്ങളുടെ ശൈത്യനിദ്ര കഴിഞ്ഞോ അവരിൽ ചിലരിൽ നിന്ന് കഥകൾ ജനിക്കുന്നു. ഒരു ഡോക്ടറെ സംബന്ധിച്ച് നിരന്തരം മുന്നിലെത്തുന്ന രോഗികളുടെ വർത്തമാനങ്ങൾ തന്നെയാണ് രോഗിയിലേക്കും അതുവഴി സാമൂഹിക ജീവിതത്തിലേക്കും എത്താനുള്ള ഒറ്റയടിപ്പാതകൾ. എന്നും സമൂഹത്തെ നിരീക്ഷിക്കാനുള്ള കണ്ണാടികൾ അവർ തന്നെയാണ്. ആ കാഴ്ചകളെ സർഗാത്മകമായി പ്രതിഫലിപ്പിക്കാൻ എഴുത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്ന ഡോക്ടർമാർ പക്ഷേ വിരളമാണ്. ഡോക്ടർ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെ പോലുള്ള സാഹിത്യ പ്രതിഭകളിലൂടെ നമ്മളറിഞ്ഞ എഴുത്തിൻ്റെ ലോകം വളരെ വലുതല്ലേ. ആ കഥകൾക്ക് പലതിനും മരുന്ന് മണമുണ്ടായിരുന്നു. ചികിത്സാ തിരക്കിന് ഇടയിലും വായനയ്ക്കും എഴുത്തിനും സമയം കണ്ടെത്തുന്ന ഡോക്ടർ രഞ്ജീവിൻ്റെ ആദ്യ കഥാസമാഹാരം ഉദ്ദണ്ഡ രാജ്യത്തെ കഴുതകൾ അതുകൊണ്ട് തന്നെ ജീവിതഗന്ധിയാവുമെന്ന വലിയ പ്രതീക്ഷ കൂടെയുണ്ട്. ആകാശവും ഭൂമിയും പ്രകൃതിയുടെ താളവും ജീവനും ജീവിതവുമാണ് ഡോക്ടറുടെ കഥകളുടെ ക്യാൻവാസ്. അവിടെ പലതരം ജീവികളും സസ്യലതാദികളുമുണ്ട്. അതിലൊരാളായിട്ട് മനുഷ്യനുമുണ്ട്. സാർവലൗകികതയുടെ വിശ്വപാഠങ്ങളായി അവരെല്ലാവരും പരസ്പര പൂരകങ്ങളായി പ്രകൃതിയുടെ ഏകഭാവമാവുകയാണ്. എല്ലാ ജീവിതങ്ങളെയും ഓരോരോ നിറങ്ങളിൽ ആവിഷ്കരിച്ച് ഒടുവിൽ സ്നേഹത്തിൻ്റെ ഒറ്റ നിറത്തിൽ ലയിക്കപ്പെടുന്നതിൻ്റെ വിശാല സൗന്ദര്യം ഈ കഥാസമാഹാര വായന അനുഭവവേദ്യമാക്കുന്നു എന്ന് തന്നെ പറയാം. മനുഷ്യേതര ജീവികൾ മുഖ്യ കഥാപാത്രങ്ങളായ കഥകളിൽ ശ്രീ അംബികാസുധൻ മാങ്ങാടിൻ്റെ 2 മത്സ്യങ്ങൾ, അതുപോലെ ശ്രീ വി ആർ സുധീഷിൻ്റെ വംശാനന്തര തലമുറ എന്നിവയൊക്കെ ഏറെ ശ്രദ്ധേയമാണല്ലോ. വസുധൈവ കുടുംബകം എന്ന ജീവിത ദർശനത്തിൻ്റെ മിന്നൽ വെളിച്ചം ഈ കഥകളിൽ നിന്നൊക്കെ വായനക്കാരിലേക്ക് എത്തുന്നുണ്ട്. സകല ജീവജാലങ്ങളുമായുള്ള അപൂർവമായ ഒരു ബന്ധുത്വമാണ് ഡോക്ടറുടെ കഥകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. സത്യത്തിൻ്റെ തെളിച്ചമുള്ള, നന്മയുടെ സൗന്ദര്യമുള്ള, പുതിയ ആസുരകാലത്തെക്കുറിച്ച് ആകുലതകളുള്ള, സമമായിട്ട് പറയുന്നതാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും വളരെ ശക്തമായ കഥാപ്രമേയങ്ങളുള്ള കഥകളാണവ. ശരിക്കും പറഞ്ഞാൽ അതൊരു കഥയായിട്ട് മാത്രം പറയാൻ പറ്റില്ല. നമ്മുടെ ഇതൊന്ന് കൂടി തോന്നിപ്പിക്കുന്ന കഥാപരിസരങ്ങളും ഓർമ്മകളുമൊക്കെയാണ് കഥാസമാഹാരത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പറയാം, ഓരോ കഥയും സ്നേഹം കൊണ്ട് ഹൃദയത്തിൽ ആർദ്രമായി പച്ചകുത്തുന്നുണ്ട്. ആക്ഷേപഹാസ്യത്തിൻ്റെ അല്ലെങ്കിൽ നർമ്മത്തിൻ്റെ മിഠായി കടലാസുകളിൽ പൊതിഞ്ഞ ചില കയ്പുകൾ കൃത്യമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനായി തന്നെ കരുതി വെച്ചിട്ടുമുണ്ട്. കഥാസമാഹാരത്തിൻ്റെ ശീർഷകം തന്നെ നോക്കൂ, ഉദ്ദണ്ഡ രാജ്യത്തെ കഴുതകളാണ്. ആ രാജ്യത്തെ രാജാവോ കഴുതകളോ ആരാണ് നമ്മളെന്ന ഒരു സ്വയം ചോദ്യം ചെയ്യപ്പെടൽ വായനയ്ക്കിടയിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുമുണ്ട്. ജീവിതത്തിൻ്റെ ഭിന്നമുഖങ്ങൾ, അവസ്ഥകൾ, പ്രകൃതിയുമായുള്ള സംവാദങ്ങൾ, കോവിഡ് കാലത്തിൻ്റെ തിരുശേഷിപ്പുകളും ഈ കഥാസമാഹാരത്തിലുണ്ട്. രോഗവും ആരോഗ്യവും തമ്മിൽ പോരടിക്കുന്ന മരുന്ന് മണമുള്ള കഥകളുമുണ്ട്. ഏത് കാലത്ത് എഴുതിയത് എന്നതിലല്ല, ഏത് കഥയിലും ജീവിതം എത്രമാത്രമുണ്ട് എന്നതാണ് കഥയുടെയൊക്കെ കാതൽ എന്ന് പറയുന്നത്. AI പരീക്ഷണ മൃഗങ്ങളായി മാറുന്ന മനുഷ്യൻ്റെ ദയനീയത
സോഷ്യൽ മീഡിയയിൽ നിന്നും സോഷ്യൽ ലൈഫിലേക്ക് തിരിച്ചെത്താനുള്ള പ്രതീക്ഷകൾ എന്നിവ കഥകൾക്ക് യാഥാർത്ഥ്യത്തിൻ്റെ പരുപരപ്പ് അനുഭവിപ്പിക്കുന്നുണ്ട്. വായന ജീവിതം പോലെ തന്നെ ഉത്തരം തേടലുകളാണ്. പല ചോദ്യങ്ങളും നിരന്തരമായ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നതും വായനയിലൂടെ തന്നെയാണ്. ഉദ്ദണ്ഡ രാജ്യത്തിലും സംശയങ്ങളും ചോദ്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രകൃതി സ്നേഹിയുടെയും ഡോക്ടറുടെയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എഴുത്തുകാരൻ്റെയും ഒക്കെ മറുപടി ഒന്നിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് ലഭിക്കുന്നു എന്നതാണ് ഈ ഒരു കഥാസമാഹാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മനുഷ്യരുടെ കാപട്യങ്ങളും അഹന്തയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ആദ്യത്തെ കഥകളായ ഉഭയചരനിലും ഗുരുവിലും അതുപോലെ ഉത്തരം താങ്ങിയുടെ ഉത്തരത്തിലൊക്കെ. കഥാകൃത്തിനോടെന്ന പോൽ നമ്മളോടും ഉഭയചരൻ മനസ്സറിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഉഭയചരൻ എന്ന് പറയുന്ന ഒരു തവളയാണ് കേട്ടോ. വായനയ്ക്കിടയിൽ മുറിയുടെ കോണിൽ അവനുണ്ടോ എന്ന് അറിയാതെ നോക്കിപ്പോകുന്നത് ഞാൻ മാത്രമാവില്ല. വായിക്കുമ്പോൾ നിങ്ങളും അതുപോലെ തന്നെ നമ്മളോടാണ് സംസാരിക്കുന്നുള്ള ഭാവത്തിൽ ഒരുപക്ഷെ നമ്മൾ അവനെ തിരഞ്ഞേക്കാം. ഭക്ഷ്യശൃംഖലയുടെ കണ്ണികളുടെ പാരസ്പര്യത്തെ അത്രമേൽ കൃത്യവും സുന്ദരവുമായിട്ട് ഈ കഥയിൽ വരച്ചു വച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഗൗരവമുള്ള വിഷയമാണ് കഥ ചർച്ച ചെയ്യുന്നതെങ്കിലും കോലുനാരായണൻ്റെയും താടിക്കാരൻ്റെയും ശ്രീമതിയുടെയും ഒക്കെ എൻട്രി ഒരു ചിരി വിടർത്താതിരിക്കില്ല നമ്മുടെയൊക്കെ മുഖത്ത്. മതാതീതമായ ഒരു പേര് ഫ്രോഗ് എന്നുള്ളത് അത് മുന്നോട്ട് വയ്ക്കുന്ന ചിന്ത കണ്ടില്ലെന്ന് നടിക്കരുത്. അവകാശ പരമ്പരയിലെ അടുത്ത കണ്ണി ജന്മങ്ങളുടെ നൈരന്തര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് മുറിയുടെ മൂലയിലേക്ക് എത്തുന്നതിലും കഥയ്ക്കപ്പുറത്തെ ഒരു കഥ വായിക്കാം. സ്വപ്നത്തിൽ കണ്ട ജീവിതമോ അതോ ജീവിതത്തിൽ കണ്ട സ്വപ്നമോ ഏതാണ് ഞാനെന്ന ഒരു സെൻ ഗുരു കഥ പോലെ ഗുരു എന്ന കഥ ഇതിലുള്ള നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. ഒരു പനിച്ചൂടുള്ള സ്വപ്നത്തിലെ ആൽഫ വൈറസിനോടുള്ള സംഭാഷണങ്ങൾ, ഒരു ആരോഗ്യ പ്രവർത്തകന് മാത്രം വിശദീകരിക്കാനാവുന്ന ചില രോഗകാരി എന്ന ചിത്തപ്പേര് കെട്ടിയ വൈറസിനോട് സമരസപ്പെട്ടു വായനക്കാരൻ എന്ന സന്ദേഹം എഴുത്തിൻ്റെ ക്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഉത്തരം താങ്ങിയുടെ ഒട്ടുമിക്ക ഉത്തരങ്ങൾക്കും മറുപടി പറഞ്ഞതിന് ശേഷമാണ്, അതായത് അതുവരെയുള്ള കഥകളിലൊക്കെ മനുഷ്യേതര ജീവികളാണെങ്കിൽ ഭരണി എന്നുള്ളൊരു കഥയുണ്ട്. ഭരണിയിലെ നിധിയാണ് മനുഷ്യരിലേക്ക് കഥ പറിച്ചു നടുന്നത് അവിടെ മുതലാണ്. സാഹോദര്യ ബന്ധങ്ങളിൽ സംഭവിക്കാവുന്ന കണ്ണിമുറിയലുകൾ, ഒരു ഭരണി എന്ന കഥാവസ്തു എങ്ങനെയാണ് കഥയുടെ നിർണായക ഘടകമായത് എന്നത് ഭരണിയിലുണ്ടെന്ന് കരുതുന്ന വൈഡൂര്യങ്ങളെക്കാൾ വിലപിടിച്ച മറ്റെന്തോ ആണ് അകത്തുള്ളത് എന്നുള്ളതിൻ്റെ ഒരു കണ്ടുപിടിക്കലുകൾ, ആ തിരിച്ചറിവ് വായനക്കാരിലേക്ക് എത്തിക്കുന്ന പ്രപഞ്ച സത്യങ്ങൾ. ഭരണി വെറും ഭരണിയല്ല എന്ന് നമ്മൾ ആ കഥ വായിച്ച് തീർക്കുമ്പോൾ മനസ്സിലാക്കും. തീർത്തും വ്യത്യസ്തമായ പ്രമേയത്തിൽ ഒട്ടുമേ ചിന്തിക്കാത്ത പരിണാമ ഗുപ്തിയിലേക്കുള്ള വഴി നടത്തൽ കൊണ്ട് വേറിട്ട കഥയാണ് ഈ പുസ്തകത്തിലുള്ള മറ്റൊരു കഥ KRN 3589 എന്നുള്ളത്. അത് കഥയിലുടനീളം സൃഷ്ടിച്ച ഉദ്വേഗമാണ്. എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ആകാംക്ഷയാണ് ആ കഥയുടെ ഒരു ഊർജം എന്ന് പറയുന്നത്. മറ്റൊരു കഥ വിളിമണി എന്നാണ്. ആ പേരൊന്നും ശ്രദ്ധിച്ചേ, വിളിമണിയാണ്. കോളിംഗ് ബെൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരാളെ വിളിക്കാനുള്ള ഒരു മണിമുട്ടലാണെന്നെങ്കിൽ അങ്ങനെ ഒരു വാക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിച്ച് കാണാറില്ല. ആലംബമറ്റ പ്രായമായവരുടെ മരണത്തിൻ്റെ വിളിമണി വൈകുന്തോറും ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകളും അതുപോലെ കാത്തിരിപ്പിൻ്റെ മുഷിച്ചിലും വെറുപ്പും അപ്രിയ സത്യങ്ങളുടെ വികലമായ ഒരു മുഖം തന്നെ കൃത്യമായിട്ട് ആ കഥയിൽ കാണിച്ചു തരുന്നുണ്ട്. ദൃശ്യഭംഗിയുള്ള കഥാപശ്ചാത്തലം കൊണ്ട് ഏറെ ഹൃദ്യമായി തോന്നിയ മറ്റൊരു കഥയാണ് പൂച്ചക്കണ്ണ്. പൂച്ചക്കണ്ണുമായിട്ട് തീർച്ചയായിട്ടും വായനക്കാർ കുറച്ച് സമയം ആ പുസ്തകത്തിലൂടെ കറങ്ങി നടക്കും എന്നുള്ളതിൽ, അല്ലെങ്കിൽ കഥയിലൂടെ കറങ്ങി നടക്കും എന്നത് തീർച്ചയാണ്. ഒരു ഷോർട്ട് ഫിലിമൊക്കെ കണ്ട പ്രതീതിയിൽ വായന അവസാനിപ്പിക്കുമെന്നതിന് ഞാൻ തന്നെയാണ് തെളിവ്. സമാഹാരത്തിൻ്റെ പേര് ഉദ്ദണ്ഡ രാജ്യത്തെ കഴുതകളാണ്. ഉദ്ദണ്ഡ രാജ്യം എന്നുള്ളതൊരു സാങ്കല്പിക രാജ്യമാണ് എന്ന് തന്നെ പറയാം. കൃത്യമായി കുറിക്കൊള്ളുന്ന സാമൂഹ്യ വിമർശനങ്ങളും വേറിട്ട ചിന്താശകലങ്ങളും കൊണ്ട് വ്യത്യസ്തമാണ് ആ കഥ. കേൾക്കേണ്ടവർ കേൾക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അല്പം ഉറക്കെ പറഞ്ഞ അഥവാ പ്രസംഗിച്ച ചില നിരീക്ഷണങ്ങൾ, കാലം എവിടെ എത്തി നിൽക്കുന്നുവെന്നും ഇനി ഒരു 25 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയൊക്കെ ആകാമെന്നും അതുപോലെ നഷ്ടപ്പെടാൻ പാടില്ലാത്ത ചിലതിനെ എങ്ങനെയൊക്കെ തിരിച്ചു പിടിക്കണമെന്നുമൊക്കെയുള്ള ഒരു പുനർവിചിന്തനം കഥ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
സമൂഹത്തോട് ഒരു എഴുത്തുകാരനുണ്ടായിരിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തമാണ് ആ എഴുത്ത് എന്നതിൽ സംശയമില്ല. മറ്റൊന്ന് ഞാലിയും കുട്രുവും പിന്നെ താടിമാഷുമൊക്കെയാണ്. ആ കഥയുടെ ഒരു പേരാണത്, ഞാലിയും കുട്രുവും പിന്നെ താടിമാഷും. ഒരിക്കൽ കൂടി മുഖമറയ്ക്കുള്ളിലും അതുപോലെ മുറിക്കുള്ളിലും സാമൂഹ്യ അകലത്തിലും കുടുങ്ങിപ്പോയ കോവിഡ് കാലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ കഥ. ഓർക്കുമ്പോൾ എന്തൊക്കെ വിചിത്രമായ ബോധ്യങ്ങളിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിരുന്നത് ആ കാലത്ത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. ജീവൻ ഒട്ടും സുരക്ഷിതയില്ലാതിരുന്ന കാലമായിട്ടും അന്യജീവന് അല്ലെങ്കിൽ അതിനുള്ള നല്ല കാര്യങ്ങൾ അന്യജീവന് സന്തോഷമാവുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തിലെ ചില രീതികൾ തന്നെ മാറ്റി പണിയാൻ നമുക്ക് ആ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്തെ പ്രതീക്ഷ നിർഭരമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ മനുഷ്യരുടെ ഭാഗത്തുണ്ടായിരുന്നു. അതിനെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിച്ചെടുക്കുകയാണ് ആ കഥയിലൂടെ തന്നെ. കടുംപിടുത്തങ്ങളും ആകസ്മികതകളും ഒളിച്ചുകളി നടത്തുന്ന ജീവിതത്തെ ഒന്നുകൂടി പഠിക്കാൻ സഹായിക്കുന്ന മറ്റൊരു കഥയാണ് സോഷ്യൽ മീഡിയ പ്രളയത്തിനും മുമ്പൊരു സ്കൈപ്പ് കാലത്ത് എന്നുള്ളത്. പ്രളയവും കോവിഡുമൊക്കെ മനുഷ്യനെ എത്രമാത്രം മാറ്റിയെടുത്തിട്ട് ചിന്തകളിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്താൻ കാരണമായ രണ്ട് കാലങ്ങളാണ് പ്രളയത്തിൻ്റെയും അതുപോലെ തന്നെ കോവിഡിൻ്റെയൊക്കെ കാലം. ആ സമയങ്ങളിലാണ് നമ്മൾ സോഷ്യൽ മീഡിയ അതിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും പഠിച്ചു തുടങ്ങിയത് എന്ന് തന്നെ പറയാം. വേവ് കുറഞ്ഞൊരു കുഞ്ഞിക്കഥയുണ്ട് ഈ പുസ്തകത്തിൽ. വളരെ ചെറിയൊരു നമ്മളൊരു ഹൈക്കു കഥയുടെയൊക്കെ രൂപത്തിലുള്ള ഒരു കഥയാണ്. പക്ഷേ ആ കഥ വല്ലാതെ നമ്മുടെ ഉള്ളു വെന്തു പോകും. ആ വേവ് കുറഞ്ഞ ആ കുഞ്ഞിക്കഥ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത പരിസരങ്ങളിലൊക്കെ അതുപോലെ ഒരാളുണ്ട് ആ കഥയിലുള്ള കഥാപാത്രത്തെ പോലെ. ആരെന്ത് പറഞ്ഞാലും അങ്ങേയറ്റം നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് അക്ഷരം പ്രതി അനുസരിക്കുന്ന, നമ്മളൊക്കെ പറയില്ല സോ കോൾഡ് പൊട്ടൻ എന്ന് പറയുന്നത്, അതുപോലെയുള്ളൊരു പാവം മനുഷ്യനാണ്. അങ്ങനെയുള്ള മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ പറ്റിക്കപ്പെടുന്ന ആൾക്കാർ കൂടിയാണ്. ഇതാണ് കഥകളൊക്കെ വരുന്നത്. ഇനി കഥകൾക്ക് അടുത്ത് തന്നെ കഥ പോലുള്ള ഓർമ്മകളും അടുക്കി വെച്ചിട്ടുണ്ട്. ചിരിയുടെ അമിട്ടും ഓലപ്പടക്കവും കമ്പിത്തിരിയും കത്തിച്ച അനുഭവങ്ങളും കണ്ണീർ നനവ് പടർന്ന നേരങ്ങളും ഒറ്റയ്ക്കിരിക്കുമ്പോഴും മറ്റു ചിലപ്പോൾ ആൾക്കൂട്ടത്തിനിടയ്ക്കും വിളിക്കാതെ തന്നെ ഓർമ്മകളായി എത്താറില്ലേ നമുക്കൊക്കെ തന്നെ. ഓർമ്മകളാൽ എത്ര സമ്പന്നരാണ് നമ്മളൊക്കെ. കഥാകൃത്തിൻ്റെ ഓർമ്മകളിൽ ഓർത്തോർത്ത് ചിരിക്കാനുള്ള തീറ്റി മത്സരവും ബാച്ചിലർ ലൈഫിൻ്റെ രസക്കൂട്ടുകളും നീങ്കതാൻ മുതൽ സാകണമെന്ന കാരണം പറഞ്ഞ് വഴക്കിടുന്ന അയ്യർ ദമ്പതിമാരും പറ്റുകടകളിലെ ശശിയുടെ സുഹൃത്താണ് ശശി, അച്ഛൻ്റെ തിരിച്ചറിയാതെ പോയ കരുതലും, അങ്ങനെ ഒട്ടും നിറം മങ്ങാത്ത ചിത്രങ്ങളായി ഒരുപാടുണ്ട് വായിക്കാൻ. ഏറ്റവും ഒടുവിലായി നർമ്മത്തിൽ ചാലിച്ച ഹോമിയോ മധുര ഗുളിക തന്ന് ഡോക്ടർ നമ്മെ തൽക്കാലം വായനയിൽ നിന്ന് യാത്രയാക്കുന്നതാണ്. ലേഡീസ് ഫിംഗർ അതുപോലെ തന്നെ അതിൻ്റെ മോന എന്നീ രണ്ട് കുഞ്ഞു കഥകൾ കുറുങ്കഥകളുടെ കുഞ്ഞെഴുത്തിലെ വലിയ ആശയങ്ങൾ കൊണ്ട് നമ്മെ രസിപ്പിക്കും. വീണ്ടും കഥകളിലൂടെ കാണാമെന്ന ഒരു ഉറപ്പിൽ വായനയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കഥകളുടെ ജൈവ സാന്നിധ്യം തേടി കഥാകൃത്ത് നടന്ന വഴികൾ, ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ജീവിത ദർശനങ്ങൾ കോറിയിട്ട കഥകൾ, ഓർമ്മചിത്രങ്ങൾ, നർമ്മരസക്കൂട്ട് എല്ലാം കൂടി വായനയുടെ ഒരു നിറവ്, ഉള്ളിലൊരു ശാന്തസുന്ദരമായ അനുഭവമായിട്ട് മാറുന്നുണ്ട് ഈ പുസ്തക വായനയുടെ ഒടുവിൽ. ഉദ്ദണ്ഡ രാജ്യത്തെ കഴുതകൾ പുതിയ കാലം ചർച്ച ചെയ്യേണ്ടതാണ്. ഫോറസ്റ്റ് ബുക്സാണ് പുസ്തക പ്രസാധകർ. ഒരിക്കൽ കൂടെ അല്പനേരം നിങ്ങളോട് സംസാരിക്കാൻ കിട്ടിയ ഈ ഒരു അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി.